അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽ ഹസനി ഉലമാ കൗൺസിൽ ആലുവ ഈ പരിശുദ്ധമായ റബീഉൽ അവൽ മാസത്തിൽ റബീഉ കാമ്പയിൻ 2021 എന്ന ഒരു പ്രോഗ്രാം തയ്യാറാക്കിയ വിവരം എല്ലാവർക്കും അറിയും. കേരളത്തിലെ പ്രശസ്തരും പ്രഗത്ഭരുമായ 30 പണ്ഡിതന്മാരെ അണിനിരത്തിക്കൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം മുതൽ വഫാത്ത് വരെയുള്ള ജീവിത മേഖലകളെ 30 വിഷയങ്ങളാക്കി വേർതിരിച്ച് 30 ദിവസങ്ങളിൽ അരമണിക്കൂർ വീതം നമ്മുടെ അൽ ഹസനി ഉലമാ കൗൺസിൽ യൂട്യൂബ് ചാനൽ AHUC ഇസ്ലാമിക് ചാനലിൽ സംപ്രേഷണം ചെയ്യപ്പെടുകയാണ്. ഇന്ന് നമുക്ക് എത്തിയിരിക്കുന്നത് ഒരു വിശിഷ്ടാതിഥിയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തായ് വഴിയിൽ ജനിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു സയ്യിദാണ്. ബാംഗ്ലൂർ സ്വദേശിയാണ്. മഹാനായ സയ്യിദ് മുസ്തഫ റിഫായി ജീലാനി മഹാനവറുകൾ ഇന്ന് നമ്മുടെ അൽ ഹസനി ഉലമാ കൗൺസിലിന്റെ ചാനലിന് വേണ്ടി ഇതിന്റെ പ്രേക്ഷകരോട് സംസാരിക്കുകയാണ്. മഹാനവറുകളെ കുറിച്ച് ലളിതമായി പരിചയപ്പെടുത്തിയാൽ ഓൾ ഇന്ത്യ പേഴ്സണൽ ലോ ബോർഡ് സ്ഥാപക അംഗമാണ് മഹാനവറുകൾ. അതേപോലെ ഓൾ ഇന്ത്യ മില്ലി കൗൺസിൽ സെക്രട്ടറിയാണ്. മഹാനവറുകൾ ഈ കേരളത്തിൽ ഇപ്പോൾ വന്നിട്ടുള്ളത് ലോകത്തിന്റെ നാനാദിക്കിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന എഴുത്തുകാരനും പ്രഭാഷകനും ദഅവത്തിന്റെ മാർഗത്തിൽ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്ന മഹാനുഭാവൻ കേരളത്തിലേക്ക് വന്നത് ഇവിടത്തെ മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുക, റബീഉൽ അവ്വൽ എന്ന ഈ പരിശുദ്ധ മാസത്തിൽ മുസ്ലിം ലോകത്തിന് നബിതങ്ങളുടെ ആ ജീവിത സന്ദേശം സാധിക്കുന്ന രീതിയിൽ പകർന്നു കൊടുക്കുക, ഈ മഹത്തായ ലക്ഷ്യത്തോടു കൂടി വന്നതാണ്. കേരളത്തിലെ പ്രശസ്തമായ പല ക്ഷേത്രങ്ങളിലും പോയി അവിടുത്തെ കമ്മിറ്റി ഭാരവാഹികളെയും മേലധികാരികളെയും കണ്ടു. പല ചർച്ചുകളിൽ പോയി അവരുടെ ബിഷപ്പുമാരെ കണ്ടു. കാണുവാനുള്ള കാരണം കേരളത്തിൽ ഈ അടുത്ത കാലത്തുണ്ടായ മത സ്നേഹത്തിന്റെ വിള്ളൽ, സൗഹാർദ്ദത്തിന്റെ വിള്ളൽ, അതിനെ മഹാനവറുകളുടെ ദഅവത്തിന്റെ മാർഗത്തിൽ ചേർത്ത് നിർത്തിക്കൊണ്ട് വിശുദ്ധ ദീനിന്റെ സന്ദേശം അവർക്ക് പരിചയപ്പെടുത്തുകയും പരസ്പരം അറിഞ്ഞും അടുത്തും മതസൗഹാർദ്ദത്താൽ ഈ കൊച്ചു കേരളത്തിലെ ജനങ്ങൾ ജീവിക്കുവാനുള്ള ഒരു മഹനീയമായ സന്ദേശം പകർന്നു കൊടുക്കുന്നതിനുമാണ് മഹാനവറുകൾ എത്തിയിട്ടുള്ളത്. ആ മഹാനവറുകളെ ഇന്ന് നമ്മുടെ അൽ ഹസനി ഉലമാ കൗൺസിലിന്റെ ചാനലിന് വേണ്ടി സംസാരിക്കാൻ ലഭിച്ചു എന്നുള്ളത് നമുക്ക് ഈ റബീഉൽ അവൽ മാസത്തിൽ കിട്ടിയ ഒരു വലിയ സൗഭാഗ്യമാണ്. മഹാനവറുകൾ ഉറുദുവിലാണ് സംസാരിക്കുന്നത്. മഹാനവറുകളുടെ ആ ഉറുദു ഭാഷ പ്രഭാഷണം തർജുമ ചെയ്യാൻ കേരളത്തിലെ പ്രശസ്ത പണ്ഡിതനും പ്രഭാഷകനും ഓൾ ഇന്ത്യ പേഴ്സണൽ ലോ ബോർഡ് അംഗവുമായ മഹാനായ ഉസ്താദ് അൽ ഹാഫിൽ അബ്ദുൽ ഷക്കൂർ മൗലവി അൽ ഖാസിമി എറണാകുളം മഹാനവറുകൾ തർജുമ ചെയ്യും. അവരുടെ ഉറുദു പ്രഭാഷണവും അബ്ദുൽ ഷക്കൂർ ഉസ്താദിന്റെ തർജുമയും നമുക്ക് ഇൻഷാ അല്ലാഹ് കേൾക്കാം. അള്ളാഹു അവർക്ക് ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നഹ്മദുഹു വനുസല്ലി വനുസല്ലിമു അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. കേരളക്കരയിലെ അനുഗ്രഹീത സ്ഥാപനം മഹാപുരുഷനായ മൗലാന ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് റഹ്മത്തുള്ളാഹി അലൈഹിയും കൂട്ടുകാരൻ സ്ഥാപിച്ച അൽ ജാമിയത്തുൽ ഹസനിയ വാഴക്കുളം മദ്രസയുടെ അനുഗ്രഹീത സന്താനങ്ങൾ നടത്തുന്ന മഹത്തായ പ്രസ്ഥാനം അൽ ഹസൻ ഉലമാ അസോസിയേഷന്റെ ഈ മഹത്തായ പരിപാടിയിലേക്ക് വളരെ ഐശ്വര്യപൂർണമായ ഒരു വ്യക്തിത്വം കടന്നു വന്നിരിക്കുകയാണ്. മൗലാന സയ്യിദ് മുസ്തഫ റിഫായി ജീലാനി ഇന്ത്യയിൽ മഹാന്മാരായ പണ്ഡിതന്മാരെല്ലാവരും ആദരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്.
കാരണം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പരയിൽ വിശിഷ്യ മാതാപിതാക്കൾ വഴിയായി സയ്യിദുന മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പരമ്പരയിൽ ജനിച്ച മഹാനവറുകൾ കുടുംബപരമായി തന്നെ അൽ-റിഫാഇയ്യ തരീഖത്തുമായി ബന്ധപ്പെട്ടവരാണ്. ബാഖിയാത്തു സ്വാലിഹാത്തിൽ പഠിക്കുകയും പിന്നീട് നദ്വത്തുൽ ഉലമയിൽ നിന്നും ബിരുദം കരസ്ഥമാക്കുകയും മൗലാന സയ്യിദ് അബുൽ ഹസൻ അലി നദ്വി, ഷെയ്ഖുൽ ഹദീസ് മൗലാന മുഹമ്മദ് സക്കരിയ തുടങ്ങിയ മഹാന്മാരുമായി വൈജ്ഞാനികവും ആത്മീയവുമായി ബന്ധപ്പെട്ടു. തുടർന്ന് രാപകൽ വ്യത്യാസമില്ലാതെ ദീനിന്റെ വിവിധങ്ങളായ പരിശ്രമങ്ങളിൽ വ്യാപൃതനായ വ്യക്തിയാണ്. ഒരു യഥാർത്ഥ സൂഫിയുടെ മഹനീയ ഗുണങ്ങളെല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ പടച്ചവന്റെ ഈ ദാസനിൽ കാണപ്പെടുന്നു എന്നുള്ളതാണ് പ്രത്യേകത. തസവൂഫിന്റെ ആത്മീയ കാര്യങ്ങളിൽ പരിപൂർണ ശ്രദ്ധയോടൊപ്പം സമുദായത്തിന്റെയും മാനവരാശിയുടെയും അവസ്ഥകളിൽ ചിന്തിക്കുകയും തന്നെ കൊണ്ട് കഴിയുന്ന പരിശ്രമങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നു. ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലാ ബോർഡിന്റെ സ്ഥാപകാംഗമാണ്. ഓൾ ഇന്ത്യ മില്ലി കൗൺസിലിന്റെ അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറിയാണ്. ദാറുൽ നദ്വത്തുൽ ഉലമ പോലുള്ള പ്രൗഢമായ സ്ഥാപനങ്ങളുടെ നിർവാഹക സമിതി അംഗമാണ്. ഒരു പ്രധാനപ്പെട്ട എഴുത്തുകാരനും പത്രപ്രവർത്തകനുമാണ്. മഹാനവറുകളുടെ നിരവധി രചനകൾ മലയാളത്തിൽ തന്നെ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ യാത്രയിൽ അമുസ്ലിം സഹോദരങ്ങൾക്ക്, പ്രത്യേകിച്ചും ക്രൈസ്തവ ഹൈന്ദവ നേതാക്കൾക്ക് അദ്ദേഹം നൽകിയ ഭാരതത്തിന്റെ ഐക്യവും അഖണ്ഡതയും നിലനിർത്തുക, ജനങ്ങളെ ശത്രുക്കളാക്കരുത് മിത്രങ്ങളാക്കുക എന്നീ ലേഖനങ്ങൾ വായിച്ച് അവർ വളരെ ആദരവ് പ്രകടിപ്പിക്കുകയുണ്ടായി. ചുരുക്കത്തിൽ ഇങ്ങനെയുള്ളൊരു വ്യക്തിയാണ് അള്ളാഹു നമുക്ക് അതിരിയായി നൽകിയിരിക്കുന്നത്. അള്ളാഹു ഈ വരവിനെ സ്വീകരിക്കുമാറാകട്ടെ. ഈ വീടിന്, നാം എല്ലാവരുടെയും വീടുകൾക്ക് ഐശ്വര്യത്തിന് കാരണമാക്കട്ടെ. ഈ മഹത്തായ പ്രവർത്തനത്തിന് കൂടുതൽ ചാലകശക്തിയാക്കി അള്ളാഹു മാറ്റട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഗ്രഹീത സ്മരണകൾ വസന്തം വിരിഞ്ഞു നിൽക്കുന്ന ഈ സമയത്ത് ഇങ്ങനെയൊരു മുബാറക്കായ വ്യക്തിത്വത്തെ ലഭിച്ചത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി മൗലാന അവറുകളെ വളരെയധികം ആദരവോടുകൂടി ഈ മഹത്തായ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഫല്യതഫദ്ദൽ മഷ്കൂറൻ. नहमदुहु व नुसल्ली अला रसूलिहि करीम अम्मा बाद फ़क़ाल अल्लाहु ताला फ़ी शानि हबीबिही व अऊज़ु बिल्लाहि मिनश शैतानिर रजीम बिस्मिल्लाहिर रहमानिर रहीम वमा अरसलनाका इल्ला रहमतल लिल आलमीन। अल हसन यूट्यूब चैनल के नाज़रीन, सामईन, अल्लाह ताला आप तमाम की ज़िंदगियों में पाकीज़गी लावे और आपकी ज़िंदगियों में बरकत लावे और इस माह मुबारक रबीउल अव्वल के तुफ़ैल आप तमाम हज़रात को अल्लाह रब्बुल इज़्ज़त खुसूसी रहमतों से नवाजे। अल्लाह रब्बुल इज़्ज़त അൽ ഹസനി ഉലമ കൗൺസിൽ സംഘടിപ്പിക്കുന്ന 2021 റബീഉൽ കാമ്പയിൽ ഈ പരിപാടിയുടെ സംഘാടകരും ശ്രോതാക്കളുമായ എല്ലാ സഹോദരങ്ങൾക്കും വളരെ സ്നേഹത്തോടെ ആശംസകളും ഐശ്വര്യങ്ങളും നേരുകയാണ്. അനുഗ്രഹീത മാസമായ റബീഉൽ അവ്വലിൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസ്മരണയുമായി ബന്ധിപ്പിച്ച് നടത്തപ്പെടുന്ന ഈ പരിപാടി കാരണമായി അല്ലാഹു നാം എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും സന്തോഷ സമാധാനങ്ങളും പ്രദാനം ചെയ്യുമാറാകട്ടെ.
اللہ تعالیٰ کا فرمان اور ارشاد و بیان ہے اپنے حبیب محمد عربی صلی اللہ علیہ وسلم جو خاتم الانبیاء ہیں اور خاتم الرسول ہیں، آپ کی شان میں فرمایا کہ ہم نے عالمین کے لیے آپ کو رحمت بنا کر بھیجا ہے۔ آن حضور کے لیے جو اوصافی نام ہیں، جو صفتی اسماء ہیں، وہ انگنت ہیں، بے شمار ہیں، لا تعد ولا تحصى۔ لیکن اللہ رب العزت نے اپنے مقدس نورانی آخری کتاب قرآن مجید میں اپنے اس آخری نبی و رسول کے تعلق سے جو الخابات عطا فرمائے اور آپ کی شان میں جو نورانی کلمات بیان فرمائے، اس میں یہ خاص وصف اور صفت آپ کا رحمت للعالمین بھی ہونا ہے۔ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ധാരാളം ഗുണവിശേഷണങ്ങൾ വിവരിച്ചിട്ടുണ്ട്. എന്നാൽ പരിശുദ്ധ ഖുർആനിന്റെ ഒരു ഭാഗത്ത് മഹാന്മാരായ നബിമാരെ പറ്റിയുള്ള പരാമർശങ്ങൾക്ക് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തിയത് കാരുണ്യം എന്നാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, മുഴുവൻ ലോകങ്ങൾക്കും കാരുണ്യമായി മാത്രമാണ് നാം താങ്കളെ നിയോഗിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എണ്ണമറ്റ ഗുണവിശേഷണങ്ങൾക്കിടയിൽ തിളങ്ങി നിൽക്കുന്ന മഹത്തായൊരു ഗുണമാണ് കാരുണ്യം, റഹ്മത്ത്. جیسا کہ ہم سبھی جانتے ہیں، ہمارا ایمان بھی ہے کہ خود اللہ رب العزت رب العالمین ہے، جیسا کہ سورہ فاتحہ کی پہلی ہی آیت ہے الحمدللہ رب العالمین۔ تو یہاں عالمین سے جو مراد عالم ہے وہی مراد رحمت للعالمین میں عالم مراد ہیں۔ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യമാണെന്ന് മാത്രമല്ല അല്ലാഹു പറഞ്ഞത്, റഹ്മത്തുൽ ലിൽ ആലമീൻ, മുഴുവൻ ലോകങ്ങൾക്കും കാരുണ്യം എന്നാണ് അല്ലാഹു പറഞ്ഞിരിക്കുന്നത്. അല്ലാഹുവിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, പടച്ചവൻ സർവ്വ ലോകങ്ങളുടെയും പരിപാലകനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അല്ലാഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സർവ്വ ലോകങ്ങൾക്കും കാരുണ്യമാണ്. അതായത് അല്ലാഹു ഏതെല്ലാം ലോകങ്ങളുടെ പരിപാലകനാണോ ആ ലോകങ്ങൾക്കെല്ലാം കാരുണ്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ویسے ہمارے علم میں 3 عالم وہ موجود ہیں، ایک تو عالم ملکوت ہے، ایک عالم جنات ہے، ایک عالم انسان ہے۔ یہ 3 عالم مشہور ہیں، معروف ہیں۔ یہاں عالمین میں آپ ان 3 کے ساتھ 1 صفر لگائیے، 2 صفر لگائیے، 3 صفر لگائیے۔ اب ہم نہیں بتا سکتے کہ کون سا صفر منتہا ہے اور اس کا تکملہ اور تتمہ ہے۔ لا تعد ولا تحصى، بے شمار انگنت عالم ہیں جس کو اللہ نے پیدا فرمایا، اور ڈائریکٹ اللہ رب العزت ان تمام عالموں کی نگہداشت فرما رہے ہیں، نگرانی فرما رہے ہیں اور پرورش فرما رہے ہیں۔ ان تمام عالموں میں
حضور پاک صلی اللہ علیہ وسلم کی ذات بابرکت رحمت کا وسیلہ ہے، رحمت کا ذریعہ ہے تمام عالمین کے لیے۔ خود حضور پاک صلی اللہ علیہ وسلم رحمت ہیں، اور اللہ نے فرمایا کہ ان تمام عالموں کے لیے ہم نے آپ کو رحمت کا ذریعہ بنایا ہے۔ ലോകങ്ങൾ എന്നത് കൊണ്ടുള്ള ഉദ്ദേശം ധാരാളം ലോകങ്ങളാണ്, എണ്ണമറ്റ ലോകങ്ങളുണ്ട്. നമുക്കറിയാവുന്ന ലോകങ്ങൾ തന്നെ പ്രധാനമായും 3 വലിയ ലോകങ്ങളാണ്. ഒന്ന് മനുഷ്യലോകം, ആദം അലൈഹിസ്സലാം മുതൽ ലോകാവസാനം വരെയുള്ള മുഴുവൻ മാനവരാശിയുടെയും ലോകം. 2 ജിന്നുകളുടെ ലോകം, മനുഷ്യന്റെ ഇതേ രീതിയിൽ ജിന്നുകളുടെ വിഭാഗമുണ്ട്, ഇതിന്റെ ഒരു മഹാലോകം. 3-മതായി ആലമുൽ മലക്കൂത്ത്, മലക്കുകളുടെ ലോകം, എണ്ണമറ്റ മലക്കുകളുടെ ലോകം. ഈ 3 ലോകങ്ങൾ തന്നെ വലിയ ലോകമാണ്. പക്ഷേ ഇവ 3ഉം പടച്ചവന്റെ അധീനതയിലുള്ള ധാരാളം ലോകങ്ങളിലെ 3 ലോകങ്ങൾ മാത്രമാണ്. ഈ 3നോടൊപ്പം ഓരോ സീറോകൾ കൂട്ടിക്കൂട്ടി ഇട്ട് കഴിഞ്ഞാൽ ആ എണ്ണം കൂടുന്നതിനനുസരിച്ച് അള്ളാഹുവിന്റെ പടപ്പുകളായ പടച്ചവൻ പരിപാലിക്കുന്ന ലോകങ്ങളും ധാരാളമുണ്ട്. അങ്ങനെയുള്ള മുഴുവൻ ലോകങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു, ഈ ലോകത്തിനെ മുഴുവനും പരിപാലിക്കുന്നത് അള്ളാഹുവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മുഴുവൻ ലോകങ്ങൾക്കും കാരുണ്യമാണ്. हम अगर 1000 साल तक, 1,00,000 साल तक, लाजवाल ज़माने तक अगर इस एक नेमत पर जो अल्लाह ने हमको अता फरमाई है, यानी उम्मत मोहम्मदिया को, मिल्लत इस्लामिया को, कि हमें अल्लाह ने ऐसे नबी और ऐसे रसूल जिनके औसाफ और जिनकी सिफ़ात और ख़ूबियाँ ला तुअद्द वला तुहसा हैं, उनकी उम्मत में अल्लाह ने हमको पैदा फरमाया। इसी एक नेमत पर शुक्रगुजारी के लिए अगर 1,00,000 साल भी हमारी उम्र हो जावे तो इस एक नेमत का हम शुक्रिया नहीं अदा कर पाएंगे। സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള ഒരു നബിയുടെ അനുയായികളായിട്ടാണ് അള്ളാഹു നമ്മെ ഈ ലോകത്തേക്ക് അയച്ചിരിക്കുന്നത്. പടച്ചവന്റെ ഈ ഒരു അനുഗ്രഹത്തിന് നാം ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് വർഷങ്ങൾ സുജൂദിൽ കഴിഞ്ഞുകൂടിയാലും പടച്ചവന്റെ അനുഗ്രഹത്തിന് നന്ദി പൂർത്തിയാകുന്നതല്ല. അത്ര വലിയ അനുഗ്രഹമാണ് അള്ളാഹു ലോകങ്ങൾക്ക് മുഴുവനും അനുഗ്രഹമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ പെടുത്തിക്കൊണ്ട് നമ്മോട് പുലർത്തിയിരിക്കുന്നത്. नाज़रीन किराम, सामईन इज़ाम, तमाम इंसान जन्नत से इस ज़मीन पर आए हैं और इनको वापस जन्नत में जाना है। जैसा कि अल्लाह ने खुद फरमाया, इन्ना लिल्लाहि व इन्ना इलैहि राजिऊन। अल्लाह रब्बुल इज़्ज़त की बारगाह से हमारी अरवाह इस दुनिया में आई हैं और वफ़ात के बाद फिर ये अरवाह आलम बाला मुंतकिल हो जाएंगी। तो आलम नूर से आए हैं, आलम नूर की तरफ हमारी मुराजात है। ബഹുമാന്യ സഹോദരങ്ങളെ, നാം എല്ലാവരും സ്വർഗത്തിൽ നിന്നും വന്നവരാണ്, അവിടേക്ക് തന്നെ തിരിച്ചു പോകേണ്ടവരാണ്. പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു അറിയിക്കുന്നു, നാം മനസ്സ് തുറന്ന് പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നാം എല്ലാവരുടെയും ഉടമസ്ഥൻ അള്ളാഹുവാണ്, അള്ളാഹുവിലേക്ക് തന്നെ മടങ്ങിപ്പോകേണ്ടവരാണ്. പടച്ചവന്റെ പ്രകാശ ലോകമായ സ്വർഗത്തിൽ നിന്ന് നമ്മൾ വരികയുണ്ടായി, തിരിച്ച് അതേ പ്രകാശ ലോകത്തിലേക്ക് നാം മടങ്ങിപ്പോകേണ്ടവരാണ്. जैसा कि हम सब जानते हैं, कुल्लु मौलूद यूलद अलल फितर, जो बच्चा और बच्ची दुनिया में मौलूद होते हैं
وہ پاکیزہ فطرت پر دنیا میں پیدا ہوتے ہیں، چونکہ عالم نور سے وہ ڈائریکٹ آئے ہیں تو پاکیزگی کے ساتھ میں آئے ہیں۔ اب چونکہ عالم نور کی طرف مراجعت کرنی ہے تو لا محالہ جس طرح سے پاکیزگی کے ساتھ روح یہاں آئی ہے، اسی پاکیزگی کے ساتھ میں عالم نور میں اس کی مراجعت ضروری ہے۔ اسی لیے اس کا لحاظ کرنا پڑتا ہے کہ اس پاکیزگی کو داغدار نہ کیا جائے، اس پاکیزگی پر دھبے نہ آنے پائیں، اس لیے کہ عالم نور میں عیب نہیں ہے، نقص نہیں ہے، میل نہیں ہے، کسی بھی طرح کی جو ہے وہ خامی وہاں نہیں ہے، ان کا داخلہ ہی ممکن نہیں ہے۔ നാം എല്ലാവരും ഒരു പരിശുദ്ധ ലോകത്ത് നിന്നും വന്നവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ മക്കളും പ്രകൃതി മാർഗത്തിലാണ് ജനിച്ചു വീഴുന്നത്. പടച്ചവന്റെ ഭാഗത്തു നിന്നും പ്രകാശ ലോകത്തു നിന്നുമാണ് എല്ലാവരും വരുന്നത്. അതേ ലോകത്തേക്ക് തന്നെയാണ് നാം മടങ്ങിപ്പോകേണ്ടത്. പക്ഷെ ഒരു നിബന്ധനയുണ്ട്, നാം വന്നതുപോലെ ആ പ്രകാശത്തിന്റെ അവസ്ഥയിൽ നാം മടങ്ങിപ്പോകണം. അതിൽ പാപങ്ങളുടെ മാലിന്യം ഉണ്ടാകാൻ പാടില്ല. എന്നാൽ മാത്രമേ നമുക്ക് പടച്ചവന്റെ സാമീപ്യം കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ, അവന്റെ പൊരുത്തത്തിന്റെ കേന്ദ്രമായ സ്വർഗത്തിലെത്താൻ കഴിയുകയുള്ളൂ. जैसा कि हमारा ईमान है हज़रत आदम अलैहिस्सलाम से हज़रत मसीह अलैहिस्सलाम तक कमोबेश 1,24,000 अनबिया और रसूल तशरीफ़ लाए। अल्लाह ताला ने अपने नबियों अपने रसूलों को इसलिए भेजा ताकि बंदे उनकी तालीमात पर अमल करते हुए उनकी ज़िंदगियों को नमूना और मॉडल बनाते हुए अपनी ज़िंदगी को पाकीज़ा रखें। ഈ ജീവിതം പരിശുദ്ധമായി നിലനിർത്തുന്നതിന് അത് വല്ല മാലിന്യങ്ങളും വന്നാൽ പെട്ടെന്ന് തന്നെ ശുദ്ധീകരിക്കുന്നതിനുള്ള മാർഗം പഠിപ്പിക്കുന്നതിനാണ് അള്ളാഹു മഹാന്മാരായ നബിമാരെ അയച്ചത്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ മഹാനായ ഈസാ നബി അലൈഹിസ്സലാം വരെ 1,24,000 പ്രവാചകന്മാർ ഈ ലോകത്ത് വന്നു. അവർ ജനങ്ങളെ ഉത്ബോധിപ്പിച്ചത് പരിശുദ്ധമായി ജീവിക്കുക, പരിശുദ്ധ ലോകത്ത് നിന്നും വന്ന നിങ്ങൾ പരിശുദ്ധമായി ജീവിക്കുക, തിരിച്ച് പരിശുദ്ധ ലോകത്തേക്ക് മടങ്ങേണ്ടവരാണ്. എന്തെങ്കിലും മാലിന്യങ്ങൾ ഉണ്ടായാൽ എത്രയും പെട്ടെന്ന് കഴുകി ശുദ്ധിയാക്കി ജീവിതം വിശുദ്ധമായി നിലനിർത്തുക എന്ന് അവർ ഉത്ബോധിപ്പിക്കുകയുണ്ടായി. तमाम अनबिया और रसूलों के सिलसिले की आखिरी कड़ी हज़रत मोहम्मद अरबी सल्लल्लाहु अलैहि वसल्लम की ज़ात वाला आप ख़ातिमुल अनबिया हैं और ख़ातिमुर रसूल हैं। अब इधर से क़यामत तक इंसान अपनी ज़िंदगी को अपनी लाइफ को पाकीज़ा बनाना है तो उसके लिए हुज़ूर सल्लल्लाहु अलैहि वसल्लम की हयात तय्यबा है। जैसा कि अल्लाह ने फरमाया, लक़द कान लकुम फ़ी रसूलिल्लाहि उस्वतुन हसना, यानी आखिरी रसूल और नबी की जो लाइफ है वो रहती दुनिया तक के लिए तमाम इंसानों के लिए एक मॉडल है। उसी की पैरवी करते हुए उसी की इत्तबा करते हुए इंसान अपनी ज़िंदगी को पाकीज़ा बना सकेगा। उसके अलावा और कोई तौर तरीक़ा नहीं है कि उसको हम नमूना बना सकें। മഹാനായ ഈസാ നബി അലൈഹിസ്സലാം വരെയുള്ള നബിമാർ ഓരോ കാലഘട്ടത്തിനും സമുദായത്തിനും ആവശ്യമായ സന്ദേശങ്ങളുമായിട്ടാണ് വന്നത്. അതിനുശേഷം അല്ലാഹു മുഴുവൻ ലോകത്തേക്കും അവസാനത്തെ നബിയായി അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിക്കുകയുണ്ടായി. മനുഷ്യന്റെ ജീവിത വിശുദ്ധി നിലനിർത്തുന്നതിനും
ആ വിശുദ്ധമായ രീതിയിൽ ജീവിച്ച് വിശുദ്ധിയോടുകൂടി മരിക്കുന്നതിനും ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ. ആ മാർഗത്തിന്റെ പേരാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ദൂതരിൽ വളരെ ഉത്തമമായ മാതൃകയുണ്ട്. ആ മാതൃകയിൽ ജീവിച്ചാൽ നമ്മൾ വിശുദ്ധരായി ജീവിച്ച് ആ നിലയിൽ മരണപ്പെട്ട് വിശുദ്ധിയുടെ സ്ഥാനമായ സ്വർഗത്തിലേക്ക് എത്താൻ സാധിക്കുന്നതാണ്. अल्लाह ताला का लाख लाख शुक्र एहसान, उसका फजल, उसकी मेहरबानी है कि फिर से हमें अल्लाह ने ये माह मुबारक रबीउल अव्वल अता फरमाया। कितने ही लोग इस कोरोना की महामारी में, लाखों लोग लुख्मे अजल हो चुके, हमारे रिश्तेदारों में, हमारे फ्रेंड सर्कल में, आलम इंसानी में अल्लाह ने फिर से हमको यह माह मुबारक अता फरमाया है। तो बुज़ुर्गों ने, औलिया अल्लाह ने, सूफिया कराम ने, हमारे मुर्शिदीन ने ख़ास तौर से तलखीन की है, ताकीद की है कि रबीउल अव्वल के महीने में हुज़ूर पाक हज़रत मोहम्मद अरबी सल्लल्लाहु अलैहि वसल्लम की सीरत को पढ़ा जाए। वैसे ज़िंदगी भर हर महीना, हर रोज़ हुज़ूर पाक की लाइफ को तो पढ़ना चाहिए, लेकिन ख़ास तौर से रबीउल अव्वल में सीरत तय्यबा को पढ़ने की तलखीन और ताकीद इसलिए की है कि इस माह मुबारक से उसको ख़ास निस्बत है। चुनाचे अभी थोड़ा अरसे पहले तक 12 रबीउल अव्वल तक 12 दिन रोज़ाना मजालिस होती थी और सीरत नबी को आपकी विलादत से लेकर आपके पर्दा फरमाने वफ़ात तक 12 मजालिस का एहतमाम होता था। इधर थोड़ा अरसा उसमें कोताही आ गई है। खैर, उस पर ना तबसरा करनी है, ना तनकीद करनी है। नाज़रीन किराम जो इस वक्त इस यूट्यूब चैनल के ज़रिए से हमें देख रहे हैं, हमें सुन रहे हैं, उन्हें नसीहत है कि इस माह मुबारक में जो ज़बान वो पढ़ सकते हैं, मलयाली हो, अंग्रेज़ी हो, जो भी, उसमें सीरतुन नबी अव्वल ता आखिर ज़रूर पढ़ा करें। പടച്ചവന്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ ദുഃഖങ്ങളും ദുരിതങ്ങളും നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ നമുക്ക് ദീർഘായുസ് നൽകുകയും ഒരു റബീഉൽ അവ്വലിൽ കൂടി പ്രവേശിക്കാനും ജീവിച്ചിരിക്കാനും അവസരം കനിയുകയും ചെയ്തിരിക്കുകയാണ്. കൊറോണ മഹാമാരിയുടെ ഇടയിൽ നമ്മളുടെ ധാരാളം സുഹൃത്തുക്കളും ബന്ധുക്കളും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. പടച്ചവൻ നമുക്ക് ഒരിക്കൽ കൂടി ഈ മാസം നൽകിയിരിക്കുകയാണ്. റബീഉൽ അവ്വൽ മാസത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളായി പണ്ഡിതന്മാർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കൂടുതലായി വായിക്കുകയും കേൾക്കുകയും പറയുകയും ചെയ്യുക എന്നതാണ്. എല്ലാ ദിവസവും നമ്മൾ ചെയ്യേണ്ട കാര്യമാണിത്. എങ്കിലും ഈ മാസത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി പ്രത്യേക ബന്ധമുള്ളത് കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും സന്ദേശവും നമ്മൾ കൂടുതലായി പഠിക്കാനും പകർത്താനും പ്രചരിപ്പിക്കാനും പരിശ്രമിക്കണം. ഈ മഹാമാരിക്ക് മുമ്പ് മിക്കവാറും ഈ മാസങ്ങളിൽ 12 ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും സന്ദേശവും വിവരിക്കുന്ന സദസ്സുകൾ സംഘടിപ്പിക്കപ്പെടുമായിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇപ്പോൾ ഈ യൂട്യൂബ് ചാനൽ വഴിയായി ആ ഒരു പരിപാടിയാണ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന നിലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നാം എല്ലാവരും ഇത് ശ്രവിക്കാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും പ്രചരിപ്പിക്കാനും പരിശ്രമിക്കണം. जैसा कि हम सब जानते हैं, हमारे रसूल, हमारे नबी, हमारे हबीब, हमारे महबूब मोहम्मद सल्लल्लाहु अलैहि वसल्लम ने हुक्म फरमाया है, अमर फरमाया है, ताकीद व तलखीन की है कि तलबुल इल्म फरीज़तुन अला कुल्ली मुस्लिमिन व मुस्लिमा। आपने फरमाया कि मेरी उम्मत के तमाम मर्दों पर, औरतों पर, बच्चों पर, बच्चियों पर
علم کا حاصل کرنا فرض ہے، فرض عین ہے۔ یہ اس لیے فرمایا کہ علم اگر ہے تو عمل ہے، اگر علم نہیں ہے تو پھر عمل کا مطلب ہی نہیں ہے، لایا نہیں ہے۔ تو ہمارے بزرگوں نے، مفسرین نے، محدثین نے اور علم عرفان کے ماہرین صوفیاء کرام اولیاء اللہ نے فرمایا کہ علم کے 3 حصے ہیں۔ ایک حصہ قرآن مجید کا علم ہے، سورہ فاتحہ سے سورہ ناس تک معنی، مفہوم، مطلب، تدبر کے ساتھ قرآن مجید کو پڑھا جائے اور سمجھا جائے، پہلا علم۔ دوسرا علم احادیث شریفہ کا ہے۔ اب اس کے لیے اساتذہ سے، گھر کے بڑوں سے، علماء سے معلوم کر کے کہ احادیث کا کون سا مجموعہ ہے جس میں کم و بیش تمام شعبہ حیات کے تعلق سے وہاں تعلیمات ہوں، اس کو پڑھیں۔ تیسرا فرمایا کہ سیرت النبی پڑھیں، اس لیے کہ قرآن مجید ایک علم ہے، احادیث شریفہ ایک علم ہے، سیرت النبی پیکر علم ہے، عمل کا نمونہ ہے۔ تو علم کے تینوں اقسام کا حاصل کرنا ہر عورت پر، ہر مرد پر فرض ہے، فرض عین۔ സഹോദരങ്ങളെ, അവസാനമായി പറയട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം വിജ്ഞാനം കരസ്ഥമാക്കുക എന്നതാണ്. പ്രയോജനപ്രദമായ എല്ലാ വിജ്ഞാനങ്ങളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രേരിപ്പിച്ചെങ്കിലും ഉലമാക്കൾ പറയുന്നു അടിസ്ഥാനപരമായ വിജ്ഞാനങ്ങൾ 3 കാര്യങ്ങളാണ്. ഒന്ന്, പരിശുദ്ധ ഖുർആൻ പഠിക്കണം, അത് ഓതാനും അതിന്റെ സന്ദേശങ്ങൾ മനസ്സിലാക്കാനും നമ്മൾ പരിശ്രമിക്കണം. 2, പുണ്യമായ ഹദീസുകൾ പഠിക്കണം, ഏതെങ്കിലും ഹദീസിന്റെ ആധികാരികമായ രചന പാരായണം ചെയ്ത് നമ്മൾ അതിനെ മനസ്സിലാക്കാൻ പരിശ്രമിക്കണം. 3ാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹച്ചരിതം, സീറത്ത് നമ്മൾ പഠിക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഖുർആനും ഹദീസും വിജ്ഞാനമാണ്. പ്രവാചക ചരിത്രം ആ വിജ്ഞാനത്തിന്റെ ശരിയായ രൂപമാണ്, മാതൃകയാണ്. അതുകൊണ്ട് നാം ഈ 3 കാര്യങ്ങളും, പ്രത്യേകിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹച്ചരിതം നിരന്തരം പാരായണം ചെയ്യണം, കേൾക്കണം, പഠിക്കണമെന്ന് പ്രത്യേകം നിങ്ങളെ ഉപദേശിക്കുകയാണ്. یہاں اللہ کی توفیق سے تھوڑی جرت کی بات ناظرین کے گوش گزار یہ رفاعی جیلانی فقیر کرتا ہے، اس کو ادب سے سنیں کہ چلیے تھوڑی دیر کے لیے ہم تسلیم کر لیتے ہیں کہ ہم قرآن مجید مکمل طور پر پڑھ نہیں پائیں گے، سمجھ نہیں پائیں گے فی الحال، یا پھر یہ کہ احادیث شریفہ کا بھی ہم علم حاصل نہیں کر سکیں گے۔ چلیے عذر ہے، عذر لنگ ہے، لیکن سیرت طیبہ کو پڑھنا جو ہے وہ عذر کے بغیر فرض ہے۔ کیوں؟ اس لیے کہ ہماری ماں ام المومنین حضرت عائشہ صدیقہ فرماتی ہیں کانا خلقہ القرآن، یعنی سیرت طیبہ جو ہے وہ مکمل قرآن ہے۔ غار حرا میں جب پہلی آیت نازل ہوئی اقرأ بسم ربک الذی خلق، اور آخری آیت حجۃ الوداع میں عرفات کے میدان میں نازل ہوئی الیوم اکملت لکم دینکم، ہر حرف آپ کی زندگی تھی، چاہے عقائد کے اعتبار سے ہو، عبادات کے اعتبار سے ہو، اخلاق کے اعتبار سے ہو، وغیرہ وغیرہ، زندگی کی تمام سرگرمیاں، اعمال اور افعال اور حرکات اور سکنات بعینی ہی کلام اللہ تھی۔ تو اس میں تو کوئی عذر قابل قبول نہیں ہے کہ آدمی عذر پیش کرے کہ ہم سیرت النبی کا مطالعہ نہیں کر سکتے۔ یہ
اگر آپ حضرات اجازت دیں تو ہم کہیں کہ یہ جو ہے بہت بڑی کوتاہی ہوگی اور بہت بڑی خامی ہوگی، ബൽക്കെ ബഹുത് ബഡാ ജുർം ഹോഗാ. പ്രിയപ്പെട്ടവരെ, ഖുർആനും ഹദീസും പ്രവാചക ചരിത്രവും പഠിക്കൽ നിർബന്ധമാണെന്ന് മഹാന്മാര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാപുരുഷന്മാരായ ജീലാനി ഷെയ്ഖിന്റെയും റിഫായി ഷെയ്ഖിന്റെയും പരമ്പരയിലെ ഒരു പാവപ്പെട്ട യാത്രികൻ എന്ന നിലയിൽ ഒരു കാര്യം നിങ്ങളോട് ഈ അവസാനമായി ഉണർത്തുകയാണ്. ഖുർആൻ പഠനത്തിന് കുറച്ച് നമുക്ക് ഭാരം അനുഭവപ്പെട്ടേക്കാം. പുണ്യമായ ഹദീസും ചിലപ്പോൾ നമുക്ക് മനസ്സിലായില്ലെന്ന് വന്നേക്കാം. പക്ഷേ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹച്ചരിതത്തിന് രണ്ട് പ്രത്യേകതയുണ്ട്. ഒന്ന്, അത് വളരെ വശ്യവും സരളവുമാണ്. അത് മനസ്സിലാക്കൽ വളരെ എളുപ്പമാണ്, ആനന്ദകരമാണ്. രണ്ട്, പ്രവാചക ചരിത്രമെന്ന് പറയുന്നത് ഖുർആനിന്റെയും ഹദീസിന്റെയും സമാഹാരമാണ്. നാം എല്ലാവരുടെയും ഉമ്മ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം, ജീവിതം പരിശുദ്ധ ഖുർആനായിരുന്നു. അതുകൊണ്ട് നമ്മൾ പ്രവാചക ചരിത്രം അത് നിരന്തരം പഠിക്കണം. അങ്ങനെ പഠിക്കാതിരിക്കുന്നത് നമ്മൾ വരുത്തുന്ന വലിയൊരു വീഴ്ചയായിരിക്കുമെന്ന് വിനയത്തോടെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. طویل بات نہ کرتے ہوئے مختصراً عرض کرتا ہوں کہ حضور پاک کی تعلیمات ہی عالم انسانی کے لیے، اس کے سکون کے لیے، اس کے اطمینان کے لیے، اس کی راحت کے لیے، اس کی عافیت کے لیے، اس کی حفاظت کے لیے آخری چارہ کار ہے. خاص طور سے یہ جو زمانہ ہے جس میں عورتوں اور مردوں کے درمیان بہت زیادہ امتیاز لایا گیا ہے، عورتوں کے حقوق کے تئیں بہت زیادہ خامیاں معاشرے میں، سماج میں، سوسائٹی میں پائی جاتی ہیں. حضور پاک صلی اللہ علیہ وسلم نے اپنی امت کی بچیوں کے لیے، تمام خواتین حضور کی بچیاں ہیں، دختران ہیں، آپ نے ان کے تئیں جو تاکیدات فرمائی ہیں اس سلسلے میں آخری جو الفاظ آپ کی وفات سے پہلے آپ کے زبان اقدس سے نکلے وہ ہم آپ کو بتاتے ہیں. آپ نے فرمایا کہ علیکم بالخوارین، یعنی اپنی امت کی بیٹیوں کے لیے آپ نے فرمایا کہ یہ نازک شے ہیں، ان کا ادب کرو، ان کا احترام کرو. آپ نے رشتوں کے اعتبار سے خواتین میں تقدسات کے رتبے قائم فرمائے. ماں کا الگ رتبہ ہے، بیٹی کا الگ رتبہ ہے، بیوی کا الگ رتبہ ہے، بہن کا الگ رتبہ ہے. آپ سوچتے جائیں جو ہے ددھیالی، نندھیالی، سسرالی خواتین کے رشتوں کو آپ نے طے فرمایا اور فرمایا کہ اس کا لحاظ رکھنا بہت ضروری ہے. اور آج کے اس زمانے میں جبکہ مراتب کا خیال نہیں ہے اور خواتین کے ساتھ بہت ہی زیادہ بے حرمتی کا معاملہ ہو رہا ہے، اس لیے حضور پاک صلی اللہ علیہ وسلم کی تعلیمات کو معاشرے میں عام کرنے کی ضرورت ہے. لہٰذا ہمارے خواتین میں ہماری بچیاں زیادہ سے زیادہ تعداد میں حافظہ ہوں، عالمہ ہوں، فاضلہ ہوں، تاکہ وہ خواتین کے زمرے میں، ان کے دائرے میں حضور پاک کی تعلیمات کو عام کر سکیں. یہ سن کر بے انتہا خوشی ہوئی کہ آج کے اس مجلس میں بہت ساری ہماری بچیاں مدارس سے، جامعات سے فارغ بھی یہاں تشریف فرما ہیں. کیرلا میں ماشاءاللہ ایک فضا بنی ہوئی ہے، بہت ساری جامعات ہیں للبنات.
हर घर से एक बच्ची कम से कम हाफिज़ा हो, आलिमा हो, फाजिला हो, ताकि अपने अपने इलाके में वो हुज़ूर पाक सल्लल्लाहु अलैहि वसल्लम की सीरत को बयान कर सके और ख़ास तौर से रबीउल अव्वल में हुज़ूर पाक सल्लल्लाहु अलैहि वसल्लम की सीरत के लिए जो है हलक़ात को क़ायम कर सके। अल्लाह ताला इस चैनल को चलाने वाले जितने भी टीम के साथी हैं, अल्लाह उनको जज़ा खैर अता फरमाए। इस चैनल से लोग ज़्यादा से ज़्यादा इस्तिफ़ादा करें। इंशाअल्लाह आखिर में हम तमाम नाज़रीन के लिए और हाज़रीन के लिए, सामीन के लिए बारगाह रब्बुल इज़्ज़त में दुआ मांगेंगे। व आखिरु दावाना अनिल हम्दुलिल्लाहि रब्बिल आलमीन। സഹോദരങ്ങളെ, ഈ ദീനിന്റെ വിജ്ഞാനം പുരുഷന്മാരും പഠിക്കേണ്ടതാണ്, സ്ത്രീകളും പഠിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീജനങ്ങൾ അവർ ദീനിന്റെ വിജ്ഞാനങ്ങളുമായി ബന്ധപ്പെടുന്നുണ്ട്. വളരെ നല്ലതാണ്. ഈ ബന്ധം കൂടുതൽ വർദ്ധിപ്പിക്കാൻ നാം എല്ലാവരും പരിശ്രമിക്കണം. കാരണം അതിലൂടെ സ്ത്രീകൾക്ക് അവരുടെ മഹത്വവും ഇസ്ലാം അവർക്ക് നൽകുന്ന സ്ഥാനവും അതുപോലെ അവരുടെ അവകാശങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സ്ത്രീകൾ ഇസ്ലാമിക വീക്ഷണത്തിൽ വലിയ സ്ഥാനമുള്ളവരും മഹത്വമുള്ളവരുമാണ്. അതറിയണമെങ്കിൽ ദീനിയായ വിജ്ഞാനം, പ്രത്യേകിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹച്ചരിൽ നിന്ന് നാം പഠിക്കണം. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഈ മഹത്തായ യൂട്യൂബ് ചാനൽ പ്രധാനമായും സേവിക്കുന്ന ഉസ്താദ് ഫതഹുദ്ദീൻ മൗലവി സ്ത്രീകളുടെ വിദ്യാഭ്യാസവുമായി പ്രത്യേകം ബന്ധപ്പെട്ട വ്യക്തിയാണ്. ഇപ്പോൾ ഈ പരിപാടി ഇവിടെ നടക്കുന്ന ഈ വീട്ടിലും അൽഹംദുലില്ലാഹ് സ്ത്രീകളുടെ സദസ്സുകൾ സംഘടിപ്പിക്കാറുണ്ട്. സ്ത്രീകൾ കൂടുതലായി ദീനി വിജ്ഞാനം പഠിക്കുന്നതിലേക്ക് മുന്നോട്ട് വരണം. ഈ സന്ദർഭത്തിൽ ആത്മാർത്ഥമായി നിങ്ങൾ ഉപദേശിക്കും. നിങ്ങളുടെ വീട്ടിലുള്ള മക്കളിൽ ഒരാളെങ്കിലും, ആൺമക്കളാകട്ടെ പെൺമക്കളാകട്ടെ, പരിശുദ്ധ ഖുർആനിന്റെ ഹാഫിളുകളും അതുപോലെ ആലിമീങ്ങളുമാകാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം. അള്ളാഹു അതിലൂടെ നിങ്ങളുടെ കുടുംബത്തിൽ വലിയ ഐശ്വര്യം നൽകുന്നതാണ്. ഒരിക്കൽ കൂടി ഈ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും അങ്ങേയറ്റം ആശംസയും പടച്ചവന്റെ ഭാഗത്തു നിന്ന് രക്ഷയുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയും നേരുന്നു. വാഹുദു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. या रब्बि सल्लि व सल्लिम दाइमन अबदन अला हबीबिका खैरिल खल्क़ि कुल्लिहिम व अला आलिहि व अस्हाबिहि व अज़वाजिहि व ज़ुर्रिय्यातिहि व अहले बैतिहि अजमाइन व सल्लि अला जमील अनबियाइ वल मुरसलीन वल मलाइकति अजमाइन। रब्बना आतिना फिद दुनिया हसना व फिल आखिरति हसना व क़िना अज़ाबन्नार। रब्बना हब लना मिन अज़वाजिना व ज़ुर्रिय्यातिना क़ुर्रता अयुन वजअलना लिलमुत्तक़ीना इमामा। रब्बना इग़फ़िर लना व लिइख़वानिना अल्लज़ीना सबक़ूना बिल ईमान व ला तजअल फ़ी क़ुलूबिना ग़िल्लन लिल्लज़ीना आमनू रब्बना इन्नका रऊफ़ुर रहीम। अल्लाहुम्मा वफ़्फ़िक़ना लिमा तुहिब्बु व तर्ज़ा मिनल क़ौलि वल फ़िअलि वल अमलि वन नियति वल हुदा इन्नका अंतल मुवफ़्फ़िक़। रब्बना आतिना फ़िद दुनिया हसना व फ़िल आख़िरति हसना व क़िना अज़ाबन्नार। रब्बना तक़ब्बल मिन्ना इन्नका अंतस समीउल अलीम व तुब अलैना इन्नका अंतत तव्वाबुर रहीम। सुब्हान रब्बिका रब्बिल इज़्ज़ति अम्मा यसिफ़ून व सलामुन अलल मुरसलीन वल्हम्दुलिल्लाहि रब्बिल आलमीन। ബഹുമാനപ്പെട്ട ഫതഹുദ്ദീൻ ഉസ്താദിനും അതുപോലെ ഷിഫാർ ഉസ്താദിനും മൗലാന പ്രധാനപ്പെട്ട രചന ഇത് എല്ലാവരും ഒന്ന് കാണുന്നതിന് വേണ്ടി ഇൻഷാ അല്ലാഹ് നൽകുന്നു. ഇൻഷാ അല്ലാഹ് ഏറ്റുവാങ്ങി. ये सीरतुन नबी उर्दू में लिखी गई है, नशरुत तीब। उसका हज़रत मौलाना अब्दुल शकूर क़ासिमी दामत बरकातुम ने मलयालम में तर्जमा किया है। आप तमाम हज़रात को ये हदीयतन पेश है। നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക.